1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ നടന്ന പൊളിച്ചു നീക്കലുകളിലാണ് ബുൾഡോസറുകളെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയതിന്റെ ചരിത്രം തുടങ്ങുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ഉച്ചസ്ഥായിലായിരുന്ന അക്കാലത്ത് 1982 ഏഷ്യൻ ഗെയിംസ് പോലുള്ള അന്താരാഷ്ട്ര പരിപാടികൾക്ക് മുന്നോടിയായി ദില്ലിയെ മനോഹരമാക്കാൻ എന്ന പേരിൽ സർക്കാർ ചേരിയൊഴിപ്പിക്കൽ യജ്ഞം ആരംഭിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുകയാണ് എന്ന ന്യായീകരണത്തോടെ തുടങ്ങിയ പരിപാടി സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാ ഭരണകൂട ഭീകരതയും പുറത്തെടുത്ത ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു. ബുൾഡോസറുകൾ യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ഓൾഡ് ഡൽഹിയിലെ ദരിദ്രരായ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയായിരുന്നു. ഏറ്റവും കുപ്രസിദ്ധമായ സംഭവം നടന്നത് ഓൾഡ് ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള തിരക്കേറിയ മുസ്ലിം ഭൂരിപക്ഷ ചേരിയായ തുർക്ക്മൻ ഗേറ്റിലാണ്. 1976 ഏപ്രിൽ 13 പോലീസും മുനിസിപ്പൽ അധികൃതരും ബുൾഡോസറുകളുമായി ഈ പ്രദേശത്തേക്ക് കടന്നുവന്നു. 1500-ലധികം വീടുകളും കടകളും ഇടിച്ചു നിരത്തി. ഏകദേശം 1.5 ലക്ഷം താമസക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒഴിഞ്ഞു പോകാനായി മണിക്കൂറുകൾ മാത്രമാണ് അവർക്ക് സമയം നൽകിയത്. വീടുകൾക്കൊപ്പം അവരുടെ എല്ലാ സാധന സാമഗ്രികളും ബുൾഡോസറുകൾക്കടിയിൽ തകർക്കപ്പെട്ടു. പ്രദേശവാസികൾ ചെറുത്തുനിൽപ്പിനായി നടത്തിയ ശ്രമങ്ങളെ പോലീസ് ക്രൂരമായി നേരിട്ടു. ഔദ്യോഗിക രേഖകൾ പ്രകാരം 5 പേർ മരിച്ചതായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരുന്നു. പ്രതിഷേധം വ്യാപിക്കാതിരിക്കാൻ മൃതദേഹങ്ങൾ പോലീസ് നീക്കം ചെയ്തു. ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ ഈ നടപടിയെ ന്യായീകരിച്ചു. ഈ നടപടി നഗര നവീകരണത്തിനും ശുചിത്വത്തിനും അത്യാവശ്യമാണെന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ ഇതിനെ ദരിദ്രർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി വിശേഷിപ്പിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിനും ചേരി നിർമ്മാർജ്ജനത്തിനുമുള്ള സഞ്ജയ് ഗാന്ധിയുടെ സ്വേച്ഛാധിപത്യപരമായ നടപടികളെ പുകഴ്ത്തിയും വികസനത്തെക്കുറിച്ചുള്ള വാചകമടിയുമൊക്കെ കൂട്ടിയിണക്കി ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. തുർക്ക്മാൻ ഗേറ്റ് പൊളിച്ചു നീക്കൽ കോൺഗ്രസ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. പിന്നീട് ഇങ്ങോട്ട് ദുർബല ജനതയുടെ മേൽ ബലപ്രയോഗത്തിനുള്ള ഉപകരണമായി ബുൾഡോസറിനെ കോൺഗ്രസ് ഭരണകൂടങ്ങൾ കാലാകാലമായി ഉപയോഗിച്ചു. പലപ്പോഴും നഗരപ്രദേശങ്ങളിൽ നിയന്ത്രണം ഉറപ്പിക്കാനോ സമ്പന്നരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനോ വേണ്ടിയായിരുന്നു കോൺഗ്രസിന്റെ ബുൾഡോസറുകൾ ഉരുണ്ടത്. നഗരങ്ങളിലെ ദരിദ്രരെ ലക്ഷ്യമിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്കും റിയൽ എസ്റ്റേറ്റിനുമായി ഭൂമി കൈക്കലാക്കാൻ ബുൾഡോസറിനെ കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിച്ചു.